ഇലന്തൂർ ഇരട്ട നരബലി നടന്ന സ്ഥലത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും അഭിഭാഷകനും എത്തി. എറണാകുളം സ്പെഷ്യൽ കോടതിയുടെ അനുമതിയോടെയാണ് സന്ദർശനം. പ്രതിഭാഗം അപേക്ഷ സ്വീകരിച്ച കോടതി സ്ഥലം സന്ദർശിക്കാൻ അനുമതി നൽകുകയായിരുന്നു. ഒരു പ്രതികരണമുണ്ട്, ആദ്യം കേൾക്കാം. ഇത് വിചാരണ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നമ്മൾ സംഭവസ്ഥലം വിസിറ്റ് ചെയ്യാൻ വന്നത്. അതായത് ഞങ്ങൾ മാസ്റ്ററും കാര്യങ്ങളും വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും വന്നത്. ഞങ്ങൾക്ക് നേരെ അതിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലം. അപ്പോൾ സംശയങ്ങളും തീർക്കുന്നതിന് വേണ്ടിയാണ് 6 അംഗ സംഘമായി ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി അത് ബാക്കി വിസ്താരം തുടങ്ങുമ്പോൾ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, കേരളം ഞെട്ടിത്തെറിച്ച ഒരു കേസിലാണിപ്പോൾ നടപടി, ഇങ്ങനൊരു ഇടപെടൽ വരുന്നത്. എന്തൊക്കെ സംശയങ്ങളുടെ നിവാരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇരുഭാഗവും എത്തുന്നത്? മാസങ്ങൾക്ക് മുൻപ് ഇലന്തൂർ ഇരട്ട നരബലിയുമായി ബന്ധപ്പെട്ട കോടതിയിൽ വിചാരണ ആരംഭിച്ചിരുന്നു. എറണാകുളം സ്പെഷ്യൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചപ്പോൾ പ്രതിഭാഗം പ്രതികളായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ഉണ്ടായത്. അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ സ്കെച്ചും അതോടൊപ്പം തന്നെ മഹസറും പരിശോധിച്ചപ്പോൾ പ്രതിഭാഗത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകരാരും തന്നെ ഈ സ്ഥലത്ത് മുൻപ് എത്തിയിട്ടുമുള്ള ആളുകളല്ല. അതിനാൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്ഥലവും സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ നേരിട്ടുള്ള പരിശോധന ആവശ്യമാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രതികളുടെ കൂടി സാന്നിധ്യത്തിൽ സ്ഥല പരിശോധന എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഭാഗം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ പ്രതികളെ നേരിട്ട് സ്ഥലത്ത് എത്തിക്കുന്നതിനെ കോടതി എതിർക്കുകയും പ്രതിഭാഗം അഭിഭാഷകർക്ക് സ്ഥലത്ത് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള അനുമതി നൽകുകയുമാണ് ഉണ്ടായത്. അതിന് ഇന്ന് രാവിലെ 10 എന്നുള്ള സമയമാണ് കോടതി നിശ്ചയിച്ച് നൽകിയത്. മാത്രവുമല്ല, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥലത്ത് ഇവർക്കൊപ്പം പോകണമെന്നും ആവശ്യമായ സഹായം ചെയ്തു നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.